ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ബേക്കറികളിൽ ചില്ലുകൂടുകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പലഹാരമാണ്. ദിൽഖുഷാണത്. ദിൽഖുഷ് നമുക്കറിയാം, നമ്മൾ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ദിൽഖുഷിന് കോക്കനട്ട് ബണ്ണെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിന് ദിൽഖുഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദിൽഖുഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മൈദയാണ് വേണ്ടത്. മൈദ ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഈ ദിൽഖുഷിനുള്ള ബേസ് തയ്യാറാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഈസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഷുഗർ, ഒരു 3 ടീസ്പൂൺ വെള്ളം, ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഈ ഈസ്റ്റൊക്കെ നല്ല ഫെർമെൻറ്റേഷൻ ആയി കിട്ടും. അപ്പം വെള്ളം ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോഴാണെങ്കിലും ആ മാവ് തയ്യാറാക്കി എടുക്കാനാണെങ്കിലും നമ്മൾ ഈ ഇളം ചൂടുവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൈദപ്പൊടിയിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ്, 1 എഗ്ഗും 2 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുവെള്ളത്തിൽ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക എപ്പോഴും. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു 1.5 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പം അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടവലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ആ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ബാറ്ററൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡബിൾ സൈസായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങയിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കാഷ്യൂനട്ട്, കിസ്മിസ്, റൈസിൻസ്, 3 ഏലക്ക ചതച്ചത്, ഇതെല്ലാം കൂടി ഇതിലേക്ക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി കാഷ്യൂനട്ടും അല്ലെങ്കിൽ ഇച്ചിരി മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നല്ല ടേസ്റ്റിനായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് മിൽക്ക് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത്. ഇതിപ്പോൾ മിൽക്ക് പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാറ്ററൊക്കെ നല്ല ഡബിൾ സൈസ് ആയി വന്നിരിക്കുകയാണ്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കാരണം ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി ഇതിനെ സെയിം സൈസിലുള്ള 2 ബോൾസ് ആക്കി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ 2ആയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഒരു പീസ് താഴെയും അതുപോലെ തന്നെ ഒരു പീസ് മേളിലുമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് പരത്തിയിട്ട്. അപ്പോൾ ഇതുപോലെ 2 പീസാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ കുറഞ്ഞതൊരു 2 ചപ്പാത്തിയുടെ കനമെങ്കിലും ഉണ്ടായിരിക്കണം. ദിൽഖുഷ് നമുക്ക് കഴിക്കുമ്പോഴറിയാം അത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പരത്തിയെടുത്തതിന് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കോക്കനട്ട് അതുകൂടി ഫില്ലിങ്ങിനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പകുതിയെ നമ്മൾ ആദ്യം പരത്തി എടുത്തിട്ടുള്ളൂ. ആ ബാക്കി ഉണ്ടായിരുന്ന പകുതിയും കൂടെ ഇതേ വലിപ്പത്തിൽ തന്നെ പരത്തി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് ബേക്കായി കഴിയുമ്പോഴേക്കും അതിൻ്റെ സൈഡൊക്കെ അങ്ങ് വിട്ട് 2 പീസായിട്ട് വിട്ട് പോരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സൈഡ് ഒന്ന് അമർത്തി കൊടുക്കണം മൊത്തത്തിൽ. ഇനി ഒരു 15 മിനിറ്റ് നേരവും കൂടി ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ ടവലുണ്ടല്ലോ, ആ ടവലിൽ ഒന്നുകൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് പൊന്തി വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കൂടി ആയിട്ടുണ്ട് കേട്ടോ നമ്മളിത് റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം, എങ്കിലും നമുക്ക് ആ നല്ലൊരു ബ്രൗൺ കളർ കൂടെ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനൊരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിലേക്ക് മൊത്തത്തിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മുൻപ് തന്നെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ ദിൽഖുഷൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഓവനിൽ നിന്ന് പുറത്തെടുത്ത വാട ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ബട്ടർ കൂടി ഒന്ന് തൂത്ത് കൊടുക്കാം. കാരണം അതൊന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വരാനായിട്ടാണ് നമ്മൾ ബട്ടർ തൂത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് നാറിയതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ ഈ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരല്പം ആറാനായിട്ട് വെക്കുകയാണ്. കണ്ടോ, അപ്പം നമ്മുടെ ദിൽഖുഷ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു നട്ട്സിൻ്റെയൊക്കെ അളവ് നമുക്ക് അത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു കറക്റ്റ് എമൗണ്ട് പറയാതിരുന്നത്. കാരണം ഇവിടെ ഞാൻ ഒരുപാട് അങ്ങ് ചേർക്കാഞ്ഞാണ്, കാരണം അത് മുഴുവൻ ഇവർ രണ്ടും പെറുക്കി കളയുന്ന സാധനങ്ങളാണ്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.